ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് അറിവിൻ്റെ ജാലകം. 5ാം ക്ലാസ്സിൻ്റെ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ് അറിവിൻ്റെ ജാലകം. ഇതിൽ ബയോളജിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ബയോളജിയിൽ നമുക്കറിയാം ജ്ഞാനേന്ദ്രിയങ്ങൾ. ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ട് പോകുന്നത്. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി കുറച്ച് പഠിക്കാനുണ്ടാവും. അതും കൂടി എന്ത് ചെയ്യും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റായിട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർത്തുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിലും ഇതേപോലെ ലെൻസ് ഉണ്ട്. അതായത് ഒരു കുട്ടി ലെൻസിൽ നോക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലെൻസും ഞാൻ കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്നാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തലകീഴായിട്ട് പതിയുന്നത്. നമ്മൾ ഒരു വസ്തു നോക്കുമ്പോൾ ആ നോക്കുന്നതിൻ്റെ പിക്ചർ എങ്ങനെയായിട്ടാണ് റെറ്റിനിൽ പതിക്കുന്നത്? തല കീഴായിട്ടാണ് റെറ്റിനിൽ പതിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മുമ്പ് ഒരു ക്വസ്റ്റിനിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഇനി നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാകുന്നു. അപ്പൊ തലച്ചോറിലെത്തുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? നിവർന്നതായിട്ട് മാറുന്നത്. റെറ്റിനയിൽ അതെന്താണ്, തല കീഴായിട്ടാണ് കാണുന്നതെങ്കിൽ അത് തലച്ചോറിലെത്തുമ്പോൾ അത് യഥാർത്ഥമാവും, അതേപോലെ നിവർന്നതാവും, അതേപോലെ യഥാർത്ഥ ചിത്രം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുകൊണ്ട ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഉണ്ട്. നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണെന്നുള്ളത് ബൈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ബൈ കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇനി അടുത്ത പോയിന്റാണ്, രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്നുള്ളത്. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ഇത് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് ബൈ എന്ന് പറയുമ്പോൾ കിട്ടും. നമുക്ക് ബൈ എന്ന് കാണിക്കുന്നത് എന്തിനാണ്? രണ്ട് എന്ന അർത്ഥത്തെ കാണിക്കുക. അപ്പോൾ രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനെ കാണുന്നതിനെയാണ് ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇതുകൊണ്ട് വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയാൻ പറ്റും. അപ്പോൾ അത് ആ പോയിന്റ് ഓർത്തുക. ഇനി അടുത്തത്, ഇപ്പോൾ കണ്ണ് കാണാത്ത, അതായത് അന്ധരായ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന വെളുത്ത വടീനെ പറയുന്ന ഒരു പേരുണ്ട്, വൈറ്റ് കെയിൻ. വൈറ്റ് കെയിൻ അതൊന്ന് ഓർത്ത് നോക്കണം. കാരണം അന്ധര് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പെടുന്നത് എന്നങ്ങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ കിട്ടാതെ പോയത്. അപ്പോൾ വൈറ്റ് കെയിൻ ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. അന്ധരായ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടിയാണ് വൈറ്റ് കെയിൻ. അതേപോലെ തന്നെ അന്ധരായ ആളുകൾക്ക്, നമുക്കറിയാം അന്ധരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഒരു ലിപി സമ്പ്രദായമുണ്ട് നമുക്ക് നിലവിലുള്ള. ആ ലിപി സമ്പ്രദായത്തിന് പറയുന്ന പേരാണിത് ബ്രെയിൽ ലിപി. ബ്രെയിൽ ലിപി ആർക്ക് വേണ്ടിയിട്ടാണ്? അന്ധരായ, അതായത് കണ്ണു കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതാനും വായിക്കാനും വേണ്ടിയിട്ടുള്ള ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ച് കൊണ്ടുവന്നത് ആരാണ്? ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിൽ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ രീതി എന്ത് ചെയ്തത്? വികസിപ്പിച്ച് കൊണ്ടുവന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ പറഞ്ഞ പോയിന്റുകൾ മൊത്തത്തിൽ ക്രോഡീകരിച്ചാൽ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതിനാണ്. ഒന്ന് വൈറ്റ് കെയിൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്രെയിൽ ലിപി ഞാൻ അതും ഓൾറെഡി പറഞ്ഞു. ഇതുകൂടി ഓർത്തോക്കണം. ടാക്ടൈൽ വാച്ച്, അതേപോലെ ടോക്കിംഗ് വാച്ച്. ഈ 4 കാര്യങ്ങളും അന്ധരെ, അതായത് കണ്ണു കാണാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിലവിലുള്ളതാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കും. ഇനി അടുത്തതായിട്ട് ചെറിയ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് കുറച്ച് ജീവികൾ അവിടെ കാണാൻ പറ്റും. മരയൊന്ന്. ഇപ്പോൾ മരയൊന്നിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താ, അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് മരയൊന്ന്. ഇനി മൂങ്ങയുടെ കേസ് എടുക്കുകയാണെങ്കിലോ, തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട്? മൂങ്ങയ്ക്ക് സഹായിക്കുന്നത്. അതായത് നേരെ 180 ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിന് തല തിരിച്ച് നോക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ പിറകിലുള്ള കാര്യങ്ങൾ തിരിഞ്ഞു നിൽക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇനി പൂച്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയിരിക്കും, രാത്രിയിൽ അത് പരമാവധി വികസിക്കും. അപ്പൊ രാത്രിയിൽ പരമാവധി വികസിക്കുന്നതുകൊണ്ടാണ് രാത്രി എന്ത് ചെയ്യുന്നത്? ഇതിന് കാഴ്ച കൂടുതൽ സാധ്യമാകുന്നത്, മറ്റു ജീവികളെ അപേക്ഷിച്ച് കാഴ്ച കൂടുതൽ സാധ്യമാകുന്നത്. അപ്പൊ കണ്ണിന്റെ കാര്യങ്ങൾ ഇത്രയാണ്, ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. ഇനി കണ്ണ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നോക്കേണ്ടത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ചെവിടുമായിട്ട്. അപ്പൊ ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത്. അപ്പൊ ചെവിക്കുടയുടെ ധർമ്മമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചെവിക്കുടയുടെ ധർമ്മം എന്താണ്? ശബ്ദത്തെ ശേഖരിച്ചിട്ട് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുടയുടെ ധർമ്മം. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. ഇനി പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കും. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും എന്താണ്, പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. വായുവിലൂടെ, എയറിലൂടെ വരുന്ന ശബ്ദങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല?
പാമ്പുകൾക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോൾ ഒക്കെ പ്രതലങ്ങളിൽ ഉണ്ടാക്കുന്ന സൗണ്ടില്ല, അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാമ്പിന് തിരിച്ചറിയാൻ പറ്റും. അതായത് അതിന് ബാഹ്യ കർണമില്ല, പക്ഷേ ആന്തര കർണമാണ് ഉള്ളത്. അങ്ങനെയാണ് പാമ്പ് കേൾവി സാധ്യമാക്കുന്നത്. ഇനി ഇതിൽ അടുത്തത് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒറ്റ പോയിന്റ് മാത്രമേ, സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. അതായത് ഒത്തിരി ദൂരെ, കടലിൽ ഒത്തിരി ദൂരെ ഒരു രക്തത്തുള്ളി ഇറ്റി കഴിഞ്ഞാൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റുമോ, അതിന് മണത്തിട്ട് അത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള അറിയാൻ പറ്റും ഈ സ്രാവുകൾക്ക്. അങ്ങനെ അല്ലാതെ നമുക്ക് അറിയാവുന്ന ജീവിയാണ് നായക്കും അത്രയും എന്തുണ്ട്, സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുള്ള ഒരു ജീവിയാണ് നായ. ഇനി പാമ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ എന്ത് ചെയ്യുന്നത്, ഗന്ധം അറിയുന്നത്. ഇനി അടുത്തത് നാവിന്റെ കേസാണ് പറയുന്നത്. നാവ് ഭക്ഷണം ഉമിനീരിലലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കും. ഈ ഉത്തേജന സന്ദേശങ്ങളായിട്ട് നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം എന്തറിയുന്നത്, രുചി അറിയുന്നത്. അപ്പൊ രസമുകുളങ്ങൾ ഉത്തേജിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഉത്തേജനം നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് ഏത് രുചിയാണ്, അപ്പോൾ കയ്പാണോ അല്ലെങ്കിൽ മധുരമാണോ നമ്മൾ കഴിച്ചെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും രസമുകുളങ്ങൾ എവിടെയൊക്കെയാണ്, നാവിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അത് ഓർത്തോക്കണം. നാവിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കിടക്കുന്ന, ഫ്രണ്ടിലായിട്ട് കിടക്കുന്നതാണ് മധുരം. അത് ഓർത്തോക്കണേ, മധുരം. ഇനി തൊട്ട് മുമ്പിലായിട്ട് തന്നെ സൈഡിലായിട്ടുള്ളതാണ് ഉപ്പ്. ഇനി എവിടെയാണ്, നടുഭാഗത്ത് 2 സൈഡുകളിലായിട്ടാണ് പുളി രസം വരുന്നത്. ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും ഉൾഭാഗത്തായിട്ടാണ് കയ്പ് എന്നുള്ള കയ്പിന്റെ രസമുകുളങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ ഓർത്തോക്കട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് മധുരം എന്നുള്ളത് എന്ത് ചെയ്യുക, ഫസ്റ്റ് മധുരം എന്നുള്ളത് തന്നെ ഓർത്തോക്കുക. പിന്നെന്താണ് ലാസ്റ്റ് ഉള്ളത്, കയ്പാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ നമുക്ക് വരുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്താണെന്നുള്ളത് ഡെഫിനേഷൻ ആയിട്ട് ലാസ്റ്റ് പറയാണ്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിനെ അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മുടെ ജ്ഞാനം, അതായത് അറിവ് നേടുന്നത് ഈ ഒരു ഇതിൽ കൂടിയാണ്, എന്തിനെ പറ്റിയാണോ എന്നുള്ളത്. അപ്പോൾ ആ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ വിളിക്കാറില്ലേ, അതാണ് മനുഷ്യന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് ഒരു പോയിന്റ് ആയിട്ട് ഓർത്തോക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നുണ്ട്, സ്നെല്ലൻ ചാർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്നെല്ലൻ ചാർട്ട് എന്തിനാ സ്നെല്ലൻ ചാർട്ട്? നമ്മുടെ കാഴ്ച ശക്തി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ നിങ്ങൾ കാഴ്ച പരിശോധിക്കാൻ പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ചാർട്ട് വായിപ്പിക്കുക, നമുക്ക് എത്രത്തോളം കണ്ണിന് പവർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ ഇതിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ ഒരു കാര്യങ്ങൾ അറിയണം. ഒന്ന് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ, അത് 7 വരികളിലായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക, 7 വരികളിൽ. ഓക്കെ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വായിക്കുന്നതിനനുസരിച്ചിട്ടാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ അളക്കുക. അത് ഏത് അകലത്തിൽ നിന്നാണ് വായിക്കേണ്ടത്, 6 മീറ്റർ അകലിൽ നിന്നാണ് ഇത് വായിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ 7 വരികളിലായിട്ടാണ് ഈ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. 6 മീറ്റർ അകലെ നിന്നിട്ടാണ് ഇത് വായിക്കേണ്ടത്. ഓക്കെ. ഈ 2 പോയിന്റ് ഓർത്തോക്കണേ, 6 മീറ്റർ അകലിൽ നിന്നിട്ടാണ് വായിക്കേണ്ടത് എന്നുള്ള പോയിന്റ് കൂടി ഒന്ന് ഓർത്തോക്കണം. അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്കിൽ വരുന്നത്. ഇനി അടുത്തത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, രോഗങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് അത് അടുത്തൊരു ക്ലാസ്സിലായിട്ട് എടുക്കാം.